അഭിമാനത്തോടെ സന്തോഷത്തോടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവിടെ ഇങ്ങനെ ഈ അഭിമാനത്തോടെ അവരുടെ മുഖത്ത് കാണാം ആ ഒരു സന്തോഷമൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഇന്ന് ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തരോട് ചോദിച്ചറിയാം. ഒപ്പം നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ജോസഫ് സാറുണ്ട്, അതുപോലെ തന്നെ അവരുടെ ക്ലാസ് ടീച്ചറായിരുന്ന അജിത് സാർ നമ്മോടൊപ്പം ഉണ്ട്. അപ്പം ബ്രില്യൻ വിക്ടറി ഡേക്ക് ശേഷം വീണ്ടും നിങ്ങൾ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും അത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എന്ന് പറയാം. കാരണം എല്ലാവരും പറഞ്ഞു കേൾക്കാം ഞങ്ങളുടെയൊക്കെ സെക്കൻഡ് ഹോമാണ് ബ്രില്യൻ്റ് എന്ന്. ഇപ്പോൾ മോൾ എക്സ്പീരിയൻസ് ചെയ്തൊരു ബ്രില്യനെ കുറിച്ച് ഞാൻ ഇന്ന് ഇവിടേക്ക് വരാനുണ്ടായ ഒരു കാരണമൊക്കെ എന്ന് പറയാം. വിക്ടറി ഡേ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങണേക്കാൾ മുമ്പ് എല്ലാവരും ഒന്ന് കാണണമെന്നുണ്ടായി. ചിലവർ ഇനീഷ്യേഷൻ എടുത്ത് ഇങ്ങോട്ട് പോന്നു. പ്രത്യേകിച്ച് പിന്നെ ക്ലാസ് തുടങ്ങാൻ മുമ്പ് കാണണം എല്ലാവരെയും. പിന്നെ കാണലൊക്കെ കണക്കായിരിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് പോന്നു. ബ്രില്യൻറ്റിനോട് ഒരുപാട് താങ്ക്സ്. എല്ലാവരും നല്ല കടപ്പെട്ടതാണ് ബ്രില്യൻറ്റിനോട്. കാരണം ഞങ്ങൾ ഇത്രയൊക്കെ മാർക്ക് വാങ്ങാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബ്രില്യൻ. പ്രത്യേകിച്ച് പിന്നെ വേറെ താങ്ക് യു, അത്ര തന്നെ. അപ്പോൾ ഈ വിദ്യാർത്ഥികളോടൊപ്പം ഏറെ അഭിമാനത്തോടുകൂടി നിൽക്കുന്ന രണ്ടാളും കൂടി ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഒന്ന് നമ്മുടെ കോർഡിനേറ്റർ ജോസഫ് സാർ, രണ്ട് ഇവരുടെ എല്ലാവരുടെയും സ്വന്തമായിരുന്ന ക്ലാസ് ടീച്ചർ അജിത് സാർ. അപ്പോൾ നമുക്ക് ജോസഫ് സാറിനോട് തന്നെ ചോദിക്കാം. ജോസഫ് സാറെ, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വിക്ടറി ഡേ കഴിഞ്ഞു. നമ്മൾ ആ ഒരു 2025 നീറ്റ് എന്ന സ്വപ്നവുമായി കടന്നു വന്ന വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്തിരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ മോട്ടിവേഷനായിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന സാറിൻ്റെ ബാച്ചിലെ ഏത് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സാറേ? R27 12 വിദ്യാർത്ഥികളാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും സാറിന് ഒരു അഭിമാനം തരുന്ന കാര്യമാണ്. കാരണം ഈ കുട്ടികൾ അത്രമാത്രം ബ്രില്യൻറ്റ് സ്വാധീനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ബ്രില്യൻറ്റിലേക്ക് ഇവരെല്ലാം പല ജില്ലകളിൽ നിന്നുള്ളവരാണ്. അവരെല്ലാവരും ഒരുമിച്ച് ഒരു പ്ലാനൊക്കെ ചെയ്ത് ഇവിടേക്ക് എത്തിച്ചേർന്നത്. എന്ത് തോന്നുന്നു സാർ? സാർ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിക്ടറി ഡേക്ക് ശേഷം ഈ കുട്ടികൾ ഇവിടെ വീണ്ടും ക്യാമ്പസിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. R27 ബാച്ച്, നമ്മുടെ R ഗ്രൂപ്പിലെ ഒരു ബാച്ചാണ് R27 എന്ന് പറയുന്നത്. ആ ബാച്ച് നമുക്ക് 60-ലധികം കുട്ടികളാണ് നമുക്ക് ഈ MBBS ലെവലിലേക്ക് ഈ വർഷം കയറി വന്നിരിക്കുന്നത്. ഒറ്റ ബാച്ചിൽ നിന്ന് 60-ലധികം കുട്ടികൾ. അപ്പം അതിലെ 12 കുട്ടികളാണ് ഇപ്പോൾ അവരുടെ ക്യാമ്പസിനെയും അവരുടെ ഡയറക്ടേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും ക്ലാസ് ടീച്ചറെയും കാണണം, അതോടൊപ്പം അവർക്കൊന്ന് ഒത്തുചേരണം എന്നൊരു സന്തോഷവുമായിട്ട് അവർ സ്വയം പ്ലാൻ ചെയ്ത് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സസ്പെൻസ് ആയിപ്പോയി. ഞങ്ങൾ അറിഞ്ഞില്ല. ഇവരെ കാണുമ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ആക്ച്വലി ഇവർ നമ്മുടെ ക്യാമ്പസിൽ എത്തി. അപ്പോഴാണ് അജിത് സാറും പറയുന്നത് നമ്മുടെ കുട്ടികൾ വന്നിട്ടുണ്ട്, സാറിങ് വന്നതെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കുട്ടികളെ കാണാൻ പറ്റിയതിന്. ഒരു വർഷക്കാലം ഇവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരാദ്യം ഓടിയെത്തി കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരാളാണ് അജിത് സാർ. യെസ്, അപ്പോൾ അജിത് സാറിനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അജിത് സാർ, നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ വിക്ടറി ഡേ ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം സാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. സാറിൻ്റെ കുട്ടികളാണ്. സാറിന് എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു അഭിമാന നിമിഷത്തിൽ? എന്ത് പറയാം? ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് അതേപോലെ തന്നെ അനുസരിക്കുക, അതുപോലെ തന്നെ പഠിക്കുകയും ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ മാക്സിമം സമയം നന്നായിട്ട് എഫേർട്ട് ചെയ്യാൻ, അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളോട് വന്ന് ചോദിച്ചാണെങ്കിലും അവർ നന്നായിട്ട് ക്ലിയർ ചെയ്താണ് മുമ്പോട്ട് പഠിച്ചു പോയത്. അപ്പം അവർ ആ പഠിച്ചതിനുള്ള റിസൾട്ട് അവർക്ക് ഷുവറായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ഇതിലും ഇനിയും വരാനുള്ള സ്റ്റുഡൻസുകളുണ്ട്. അപ്പം അവർ ഇനിയും അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഇവർ ഇത്രയും പേര് ഒരുമിച്ച് കണ്ടപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഈ ജോസഫ് സാർ പറഞ്ഞ പോലെ ഇവർ വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവരിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവരെ എല്ലാവരും ഇപ്പോൾ ഒന്നുകൂടെ ഒരുമിച്ച് കാണാൻ. ലാസ്റ്റ് വിക്ടറി ഡേക്ക് കണ്ടായിരുന്നു, എങ്കിൽ പോലും ഇപ്പോൾ ഒന്നുകൂടെ ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഏറെ അഭിമാനത്തോടുകൂടി ഇവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇവരൊക്കെ ഞാൻ പറയാം പല ജില്ലകളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? പേര് പറഞ്ഞോളാം. എൻ്റെ പേര് നൈമ, കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജോവിറ്റ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് അന്ന സാർ എബ്രഹാം, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ആദ്യം, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് നന്ദന, ഞാൻ എറണാകുളത്ത് വരുന്നു. എൻ്റെ പേര് ദേവിക, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ആശിഷ്, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എൻ്റെ പേര് ഗൗതം, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ഹിഷാം, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. അജ്നാഫ്, മലപ്പുറത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ഷഹീൻ, പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ ഗൗതം ബിജു, എൻ്റെ വീട് കോട്ടയത്ത് തന്നെയാണ്. ബ്രില്യനിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെല്ലാം ലക്ഷ്യം നേടി മടങ്ങുമ്പോൾ ഒപ്പം നല്ല സുഹൃത്ത് ബന്ധവും ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും ഒക്കെ വാങ്ങിയാണ് ഇവിടുന്ന് പോകാറുള്ളത്. നമുക്ക് ഇവിടെ കാണാം ഏറ്റവും മനോഹരമായൊരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരു ബാച്ചിലെ 12 വിദ്യാർത്ഥികളാണ് ഇവർ. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വരണമെന്ന് ആദ്യം പ്ലാൻ ചെയ്തതാരാണ്? ഗൗതം. അപ്പോൾ നമുക്ക് ഗൗതത്തിനോട് തന്നെ നമുക്കറിയാം. കാരണം ഇത്ര ഒരു ഗ്യാങ്ങിനെയൊക്കെ ഒരുമിച്ച് കൂട്ടി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ക്യാമ്പസിലേക്ക് എത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്തതിൻ്റെ ആ മുന്നണിയിലെ അമരക്കാരൻ ഗൗതമാണ്. അപ്പോൾ നമുക്ക് ഗൗതമിനോട് തന്നെ ആദ്യം ചോദിക്കാം, ഏറ്റവും അധികം നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നത്
നിറയായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ ക്യാമ്പസിലേക്ക് ഇത്രയധികം കുട്ടികളെ കൊണ്ടൊക്കെ വരണം, ആ പഴയ ക്ലാസ് റൂമുകളും ലൈബ്രറികളും ഒക്കെ ഒന്ന് കാണണം, അല്ലെങ്കിൽ സാറുമാരൊക്കെ കാണണം എന്നൊക്കെ ഒരു നമ്മൾ ഈ ക്ലാസ്മേറ്റ് സിനിമയിലൊക്കെ പറയുന്ന പോലെ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ഇവിടേക്കൊക്കെ വരണം എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് ഇവിടേക്ക് വരണമെന്ന് പ്ലാൻ ചെയ്തത് മോനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ ഉള്ളൊരു കാരണം എന്തായിരിക്കും? മോൻ്റെ മനസ്സിൽ ജീവിക്കുന്ന ഒരു ബ്രില്യൻ്റ് അത്രമാത്രം സ്ഥാനമുള്ളതുകൊണ്ടാണല്ലോ പറഞ്ഞു. എനിക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്തെങ്കിലും ഡൗൺ ആയി പോകുമ്പോഴും എല്ലാവരുടെയും സംസാരിക്കുമ്പോഴും ഓക്കെ ആയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇന്നും എല്ലാവരുമായിട്ട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും തീരുമാനിച്ചൊരു കാര്യങ്ങളൊന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞു, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ 10 മാക്സിമം എല്ലാവരും വിളിച്ച്. ചിലവരുടെ പേഴ്സണൽ അസൗകര്യം കൊണ്ട് വരാൻ പറ്റിയില്ല, എന്നാലും ഇത്രയും പേര് വരാൻ പറ്റി. ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം. അത്ര തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഗൗതം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പരസ്പരം നിങ്ങളെ തന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിരുന്നത് എന്നുള്ളത്. ഇത് ബ്രില്യൻറ്റിൽ മാത്രമുള്ള, അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്ന ഒരു സവിശേഷതയാണ്. കാരണം ഈ ഒരു സൗഹൃദം ഇതേപോലെ നിലനിൽക്കാൻ, ഒരുമിച്ച് MBBS എന്ന സ്വപ്നം കാണാൻ, MBBS എന്ന സ്വപ്നത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാനൊക്കെ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ്. കാരണം ഇനി കുറച്ച് വർഷങ്ങൾ ചെല്ലുമ്പോൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സായിട്ട് സമൂഹത്തിന് സേവനം അനുഷ്ഠിക്കുന്ന ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ മോളെ ഞാൻ ചോദിക്കുകയാണ്, ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എത്രമാത്രം വിജയത്തിലേക്ക് നയിച്ചു, ഈ ഒരു വലിയ നേട്ടത്തിലേക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളെല്ലാവരും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1, 2, 3 വർഷമൊക്കെ സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണിത്. അപ്പോൾ ഒരുപാട് നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈമിലൂടെ ഞങ്ങളിപ്പോൾ കടന്നു പോകണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ക്യാമ്പസിലൊക്കെ വന്ന് നമ്മുടെ പ്രൊഫസേഴ്സിനെയും അതുപോലെ ക്ലാസ് ടീച്ചേഴ്സിനെയൊക്കെ കണ്ടപ്പം ശരിക്കും എന്താ പറയുക, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് എല്ലാവരും ഒന്ന് മൈൻഡൊക്കെ റിഫ്രഷ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഫസ്റ്റ് ഇത് അറേഞ്ച് ചെയ്തതിന് ഗൗതമിൻ്റെ ഒരു താങ്ക്സ് പറയണം. ബിക്കോസ് അവർ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിൽ. പിന്നെ കോമ്പറ്റീഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്രില്യൻ്റ് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അവിടെയുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരിക്കും, നമുക്കൊന്നും പറഞ്ഞൊന്നും തരില്ല, പഠിക്കാൻ ഭയങ്കര സെൽഫിഷ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം അതിപ്പോൾ ഞങ്ങൾ വന്നത് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണല്ലോ. കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ R27 ബാച്ച് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഓരോ മോഡൽ എക്സാംസ് കഴിയുമ്പോഴും അറിയാലോ, നമ്മൾ ആ ഒരു പെട്ടെന്ന് ടെൻഷനും വിഷമവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മൾ ആ ഒരു ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. നമ്മളിവിടെ എത്തുന്നതിൽ ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര സന്തോഷം. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ അജിത് സാർ ആണെങ്കിൽ പോലും സാർ ഭയങ്കര കൂളാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രഷർ തരേ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് എന്ത് സാറിൻ്റെ അടുത്ത് പോയി തുറന്ന് പറയാം. അതെ, അപ്പം നമുക്ക് സാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ സാർ എന്ത് പറയുന്നൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂളായിട്ട് പോയി പറയാം സാറിൻ്റെ അടുത്ത്. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പം ബ്രില്യൻ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടൊരു സ്ഥലം തന്നെയായിരിക്കും. എത്ര എന്താ പറയുക, വലിയൊരു താങ്ക്സ് തന്നെ പറയണം. താങ്ക് യു ബ്രില്യൻ ടീം എന്നല്ലെങ്കിൽ ബ്രില്യൻ ഫാമിലി എന്നല്ല നമ്മളെപ്പോഴും പറയുക. അതിവിടെ അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ഇപ്പോൾ ഇവിടുത്തെ ചെറിയ സ്റ്റാഫുകൾ തൊട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ആൻറ്റിമാരാണെങ്കിലും ഹോസ്റ്റൽ സ്റ്റാഫ്സ് ആണെങ്കിലും അവിടെ തൊട്ട് ഡയറക്ടേഴ്സ് വരെയുള്ള എല്ലാ ഇതിലുള്ള ആളുകളും തന്നെ നമ്മുടെ കൂടെ അത്ര സപ്പോർട്ടീവ് ആയിട്ടാണ് നിന്നുള്ളത്. അപ്പം താങ്ക് യു ബ്രില്യൻ, താങ്ക്സ് എ ലോട്ട്. ഞങ്ങളുടെ മൊത്തം ബാച്ചിൽ വലിയൊരു താങ്ക്സ്. സാറേ, ഇത്രയും കുട്ടികൾ നിൽക്കുന്ന ഒരു കാര്യം ചോദിക്കാം. അപ്പം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് സാറേ, ഒരുപാട് ടെൻഷനോടുകൂടി കൂടിയിട്ടാണ് ബ്രില്യൻറ്റിലേക്ക് വിദ്യാർത്ഥികളെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് രീതിയുണ്ട്. സാർ എനിക്ക് തവണ കിട്ടുമോ, അല്ലെങ്കിൽ ഓരോ ചെറിയ നമ്മുടെ വീക്ക്ലി എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ ഒക്കെ മാർക്ക് പറയുമ്പോൾ സാർ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആയി, അങ്ങനെ പറയുന്ന ഒരുപാട് ഇവരിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആരാണ്? എല്ലാവരും തന്നെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ സംസാരിച്ച് അതെല്ലാം ക്ലിയർ ആകും. എന്നാലും ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് നൈമയാണ്. നൈമയായിട്ട് കൂടുതൽ സംസാരിച്ചും അങ്ങനെ ക്ലിയർ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്തിട്ടുമുണ്ട്. എല്ലാവരും ഓക്കെ ആയിരുന്നു. ഡൗട്ടുകൾ വരുന്നതെല്ലാം അപ്പം തന്നെ ക്ലിയർ ചെയ്തും, അതുപോലെ ടെൻഷൻ വന്നു കഴിയുമ്പോൾ അത് ആ ആഴ്ചയിൽ തന്നെ നമ്മളോട് സംസാരിച്ച്, ഇപ്പം ഞാനല്ലെങ്കിൽ ജോസഫ് സാർ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീഫൻ സാർ ഡയറക്ടേഴ്സ് ഉണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ച് അവരുടെ ടെൻഷനും കാര്യങ്ങളും അവർ കുറച്ച് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച് ആ റിസൾട്ട് മേടിച്ചവരാണ് എല്ലാവരും തന്നെ. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞ പേരിലെ വ്യക്തി ഇതാണ് നൈമ അല്ലേ? മോളെപ്പോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ. അതായത് ഇപ്പോഴത്തെ മോളെ പോലെ അല്ല, മോള് കഴിഞ്ഞു പോയൊരു പീരീഡ് ഉണ്ടല്ലോ, അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ മാർക്കൊക്കെ കുറയുമ്പോൾ ഒരു ടെൻഷൻ, അതൊക്കെ മോള് കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ അടുത്ത് ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിനെല്ലാം ഒരു ഉത്തരമാണ് ഇപ്പോൾ ഒരു MBBS സീറ്റ് കരസ്ഥമാക്കാൻ പറ്റുന്നൊരു ഏറ്റവും നല്ലൊരു സ്കോർ കരസ്ഥമാക്കി ഇവിടെ വന്നിരിക്കുന്ന നൈമ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മോൾക്ക് പറയാം, മോൾ ആ ഒരു സമയത്ത് സാർ എന്താണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്, സാറ് പറഞ്ഞ കാര്യങ്ങളെ മോൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണലി എൻ്റെ വീട് ഒത്തിരി ദൂരെയാണ്, കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പം എപ്പോഴും വീട്ടിലേക്ക് പോയി വരാനുള്ളൊരു ഇതില്ലായിരുന്നു.
അപ്പം ആ പാരൻസിൻ്റെ ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്ത ആളാണ് സാറ്. അപ്പോൾ അതൊരിക്കലും ഫില്ല് ചെയ്യാൻ പറ്റില്ല, എന്നാലും അതിന് ഇക്വലൻ്റ് ആയിട്ട് നിന്ന ഒരാളാണ് സാറ്. അപ്പം ഞാൻ ഡൗൺ ആയി പോയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, ലൈക്ക് മാർക്ക് കുറഞ്ഞങ്ങ് പോയിട്ട് ഡിപ്രഷൻ അടിച്ചിരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ പൊക്കിക്കൊണ്ടുവന്ന സാറ് തന്നെയാണ്. അപ്പം ഞാൻ ബ്രില്യൻ്റ് പോകുമ്പോഴും ഏറ്റവും ക്ലോസ് ടു ഹാർട്ടാക്കി വെച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് സാറ്. എൻ്റെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ വലിയൊരു പങ്ക് സാറിനുണ്ട്. ഓക്കെ, മോളോട് ഒരു കാര്യം കൂടെ. അപ്പോൾ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും, അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിച്ചത് കൊണ്ട് കൂടിയിട്ടാണ് മോൾക്ക് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റിയത് അല്ലേ? ഇപ്പോൾ ബ്രില്യൻ്റ് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ബ്രില്യൻ്റിലാണ് പഠിക്കുന്നത്, പക്ഷെ ബ്രില്യൻ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സാർ മോൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു ടെൻഷൻ വന്ന സമയത്തൊക്കെ. അപ്പോഴും കരയരുത് അല്ലെങ്കിൽ വിഷമിക്കരുതെന്നല്ല പറഞ്ഞത്, പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതൽ പറഞ്ഞു തന്നിരിക്കുകയൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു മോൾ കൈകാര്യം ചെയ്തത്? ഒരു ഇത് പറയാം, ലാസ്റ്റിലേക്ക് ആയപ്പം ഓൾമോസ്റ്റ് ഒരു 580 സ്കോർ പോയ സമയത്ത് എനിക്ക് തീരെ പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ലൈക്ക് എനിക്ക് ബുക്ക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊണ്ടുവന്ന് ഒരു 10-16 ക്വസ്റ്റ്യൻ പേപ്പർ വരെ സാർ ഇരുന്നിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത ദിവസങ്ങളുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ സ്കോർ അത്ര അങ്ങ് കയറിയ ദിവസങ്ങളുമുണ്ട്. അപ്പം സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം ഇത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഡ്രീമാണ് MBBS എന്നുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഒരു വലിയ സ്റ്റെപ്പാണിത്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ടായിട്ട് നിന്ന ആൾ സാറാണ്. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, NCERT വായിക്കണം, മെറ്റീരിയൽസ് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ, സ്കോർ OMR ഷീറ്റിൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ബ്രില്യൻ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിച്ചത് കൊണ്ട് കൂടിയിട്ടാണ് ഈ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത്. ഞാൻ മോളോട് ചോദിക്കുകയാണ്, മോളുടെ ഹോസ്റ്റൽ ഏതായിരുന്നു? ഞാൻ പേളിലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ പേളിൽ ഹോസ്റ്റലുള്ള ആരെങ്കിലും ഉണ്ടോ കൂടെ വേറെ? എല്ലാവരും പേൾ ഹോസ്റ്റലിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരേ ഹോസ്റ്റൽ മേറ്റ് ആണ്, ഒരേ ബാച്ച് മേറ്റ് ആണ്, എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരുമിച്ച് ലക്ഷ്യം നേടിയവരാണ്. അപ്പോൾ നമുക്ക് മോൾക്ക് ഞാൻ തരുന്ന ടാസ്ക് ഹോസ്റ്റലിനെ കുറിച്ച്, ഹോസ്റ്റൽ മേറ്റ്സിനെ കുറിച്ച്, ആ ഒരു ഹോസ്റ്റൽ ബിൽഡ് ചെയ്ത് മോളെ ഒരു വിജയത്തിലേക്ക് എത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. പേളിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ വാർഡൻ, മിനിമീസ് ആയിരുന്നു ഞങ്ങളുടെ വാർഡൻ. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നമുക്ക് ഓടി ചെല്ലാൻ പറ്റുന്നത്, ഇപ്പോൾ അജിത് സാറിൻ്റെ അടുത്ത് ചെല്ലെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ എത്തുമ്പോൾ നമുക്കൊരാളെന്ന് പറയാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മിനിമീസ് തന്നെയായിരുന്നു. ഇപ്പോൾ ഹോസ്റ്റൽ വാർഡന്മാരായാലും ഇപ്പോൾ വേറെ ഫ്ലോറിലെ മിസ്സുമാരൊക്കെ ആയാലും നമ്മളെപ്പോഴും വന്ന് നോക്കും, കെയർ ചെയ്യും. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഓക്കെ അതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് നമുക്ക് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ലൈബ്രറി നമ്മളൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഉപയോഗം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ഫുഡൊക്കെ ആയാലും നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തത്തിൽ ഒരു കൊല്ലം നല്ല രസമായിരുന്നു. ഒരു വീട്, ഒരു ഹോംലി ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഒരു കൊല്ലം പോയിരുന്നത്. നമ്മൾ +1 +2 ആണല്ലോ മെയിൻലി ഈ ഇതിന് എൻട്രൻസിന് വേണ്ടി പഠിക്കുന്നത്. അപ്പം സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പോലെ അല്ല ഇവിടെ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബേസ് ഒന്ന് തട്ടിപ്പോകത്തൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ബേസ് തൊട്ട് അങ്ങ് ഹയർ ലെവൽ വരെ നമുക്ക് നീറ്റിന് എന്ത് വന്നാലും നമുക്ക് എഴുതാൻ അറിയണം, നമുക്കൊന്നും വിട്ടു പോകരുത് എന്നുള്ള രീതിയിലാണ് അവരെല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. പിന്നെ നമുക്കങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ മടുപ്പുകളോ അങ്ങനെ ഒന്നും തോന്നത്തില്ല. നമുക്ക് വർക്ക് ചെയ്യണം, നമുക്ക് ചെയ്യണം എന്നുള്ള അവരുടേതായ രീതിയിൽ അവർക്കും കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അവർ നല്ല എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ നമ്മളെ നന്നായിട്ട് അവർ പഠിപ്പിച്ച് നമുക്ക് നേടിയെടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഏതാണോ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് നല്ലൊരു നോളജ് അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ടാക്കി അവർക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ ബ്രില്യൻ്റിലേക്ക് ഇപ്പോൾ 2025 റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വീക്ക് സബ്ജക്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാൻ പറ്റും. മോൾക്ക് ഏതായിരുന്നു വീക്ക് സബ്ജക്റ്റ് ഏതായിരുന്നു? എങ്ങനെ ഫൈനലി ആ ഒരു നമ്മൾ മെയ് 7 എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ മോൾ എങ്ങനെ അതിനെ തരണം ചെയ്തു? എനിക്ക് ആക്ച്വലി ഫിസിക്സ് ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായി, പക്ഷേ ഫിസിക്സിനോട് ചെയ്തു വരുമ്പോൾ അങ്ങോട്ട് ഇതാവില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഫിസിക്സ് തന്നെ കുറച്ച് കൂടുതൽ ടൈം അതിന് കൊടുക്കാൻ തുടങ്ങി. എനിക്കത് പേടി മാറ്റിയെടുക്കണം എന്നുള്ളൊരു വാശിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പം ഫിസിക്സ് പിന്നെ ലാസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. പെൺകുട്ടികളെല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളും അവരുടെ മെമ്മറീസും അവർ ബ്രില്യൻ്റിലുണ്ടായിരുന്ന കാലയളവും അതുപോലെ എങ്ങനെയാണ് ഈ ഒരു നീറ്റിനെയൊക്കെ തരണം ചെയ്തതെന്നൊക്കെ പറഞ്ഞതാ. അതുപോലെ തന്നെ ഒരു പവറാണ് പടയോടെ നിൽപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രില്യൻ്റിലെ ഏറ്റവും കൂടുതൽ മോനെ സ്വാധീനിച്ച കാര്യം എന്തായിരുന്നു? ഭക്ഷണം. അതെ, ഓക്കെ. ഭക്ഷണം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഹോസ്റ്റലിലെ ഭക്ഷണം, ഇപ്പോൾ ക്യാമ്പസിൽ നിന്നൊക്കെ നിങ്ങൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു. ഞാനിവിടെ ആൽജോ റെസിഡൻസിയിലായിരുന്നു എൻ്റെ ഹോസ്റ്റൽ. അപ്പം ഞങ്ങളുടെ ഫുഡ് D ബ്ലോക്കിലെ ക്യാൻറ്റീനിൽ തന്നെയായിരുന്നു. അപ്പം ഞാനെപ്പോഴും ഒരിക്കൽ പോലും എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ ഫുഡ് എപ്പോഴും ഉറ്റു നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അത് എനിക്ക് തോന്നുന്ന പഠനത്തിനാണെങ്കിലും ഫുഡ് നല്ലതാണെങ്കിൽ പഠനം ഓട്ടോമാറ്റിക്കലി നല്ലതായി മാറുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഫുഡിനെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഓക്കെ. അപ്പോൾ ഈ വർഷം നീറ്റ് 2025 തയ്യാറെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരോട് എങ്ങനെ പഠിക്കണമെന്നാണ് മോന് പറയാനുള്ളത്? പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈം ടേബിൾ ഇട്ട് എങ്ങനെയാണോ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ടേബിൾ തന്നെ കീപ്പപ്പ് ചെയ്ത് പോവുക. നമ്മൾ കൺസിസ്റ്റൻ്റായി നിൽക്കുക എന്നുള്ളതാണ് മെയിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഫോർ നീറ്റ് ക്രാക്കിംഗ്. അല്ലാണ്ട് ആദ്യം തന്നെ ഓവറായിട്ട് പഠിച്ച് അങ്ങനെയൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക, അത് ഫോളോ ചെയ്യുക, അത് ലാസ്റ്റ് വരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ആൻഡ് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് റെഫർ ചെയ്യണത് NCERT തന്നെയാണ്. വേറെ പലരും പറയും വേറെ പല പുസ്തകമൊക്കെ നോക്കാൻ റെഫർ ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ NCERT തന്നെയാണ് നമ്മുടെ ബൈബിൾ എന്നൊക്കെ പറയുന്ന പോലെ NCERT തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആൻഡ് ഞാനതാണ് ഫോളോ ചെയ്തത്. ആൻഡ് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ആയാലും ഇവിടുത്തെ മോഡലിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ലൈക്ക് മോഡൽ റിയലി ഹെൽപ്പ് മീ എ ലോട്ട്. എന്തായാലും പറയുക, മോഡൽ കാരണമാണ് എൻ്റെ ഒരു മാർക്ക് ഒരു 650 ഉണ്ടായിരുന്ന മാർക്ക് ഒരു 690 680 വരെയൊക്കെ എത്തിച്ച് അവസാനം നീറ്റിൽ ഒരു 700 കിട്ടാൻ സഹായിച്ചത് ആ ഒരു മോഡൽ 3 months മോഡൽ കൊണ്ട് തന്നെയാണ്. അത് ഞാൻ എവിടെയാണെങ്കിൽ പറയാം, ലൈക്ക് ബ്രില്യൻറ്റിൻ്റെ ആ ഒരു എക്സാം ലൈക്ക് റിയലി ഹെൽപ്പ് മീ എ ലോട്ട്. ആൻഡ് എല്ലാവർക്കും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ബ്രില്യൻ സ്റ്റഡി സെൻ്റർ എന്ന് പറയുമ്പോൾ കുറേ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാം എപ്പോഴും ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്, 1 year റിപ്പീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ. അങ്ങനെയൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവുണ്ടോ? ഉണ്ട്. ഓക്കെ. ഫൈനലി ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തൊരു ബ്രില്യൻ സ്റ്റഡി സെൻ്റർ ഉണ്ട്. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവരും തന്നെ എല്ലാ പ്രേക്ഷകരും ഒക്കെ കണ്ടതാണ്. മോൻ അനുഭവിച്ചൊരു ബ്രില്യൻ സ്റ്റഡി സെൻ്ററിനെ കുറിച്ച് പറയാം. കേട്ടറിഞ്ഞ ബ്രില്യൻറ്റും കണ്ടറിഞ്ഞു. കേട്ടപ്പോൾ അതേമാതിരി ഇത്ര പേര് പഠിക്കുന്നു, 20,000 പേര് പഠിക്കുന്നു, അപ്പോൾ അതിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും, അങ്ങനെ സ്ട്രെസ് ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സ്ട്രെസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നീറ്റാണല്ലോ, സ്ട്രെസ് എന്തായാലും ഉണ്ടാകും. അത് ഓൾറെഡി സ്ട്രെസ് ഇല്ലെങ്കിൽ പിന്നെ പഠിത്തമല്ലോ, ഒരു ആഘോഷമായ പിന്നെ പഠിത്തമല്ലല്ലോ. അപ്പോൾ സ്ട്രെസ് അതിൻ്റെ രൂപത്തിൽ അതിൻ്റെ ഒരു ബോധം വേണം, പഠിക്കണം എന്നുള്ളൊരു ബോധം അതിൻ്റെ കൂടെ എന്തായാലും വേണം. പിന്നെ ക്രിസ്മസ് ആണെങ്കിലും ഓണാണെങ്കിലും ഇവിടെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഫെയർവെല്ല്, അങ്ങനെ ഓരോ ഡാൻസ് പരിപാടി അങ്ങനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യണേലും നല്ലത് ഇത് കാണുമ്പോഴും ഇത് ഇങ്ങനല്ലോ എല്ലാവരും ഇങ്ങനത്തെ ഒരു നീറ്റ് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ ഈ ഓണം സെലിബ്രേഷന് ബ്രില്യൻ്റിലല്ലാതെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ആഘോഷങ്ങൾ മാത്രമല്ല ബ്രില്യൻ സ്റ്റഡി സെന്ററും എത്രത്തോളം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ റെഫറൻസ് എന്നൊക്കെ പറയണത് ശരിക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ശരിക്ക് റെഫറൻസ് സൗകര്യമല്ല. ശരിക്ക് റെഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിന്നാൽ ഞാൻ ലംബായി പോകേണ്ടതാണ് ശരിക്ക്. പിന്നെ ലൈബ്രറിയിൽ ഇപ്പോൾ നമുക്ക് ഏത് ബുക്ക് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ വല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ നമുക്ക് ഏത് ബുക്കാണ് വേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് വേണമെങ്കിൽ നമുക്ക് എത്രത്തോളം മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ റെഫറൻസിൽ ഇതേപോലെ തന്നെ നമുക്ക് ഹോസ്റ്റലിൽ ഇനിയിപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ അധിക പേരും റെഫറൻസ് ചൂസ് ചെയ്യണില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയത് ഒന്ന് റെഫറൻസാണ്. നമുക്ക് എങ്ങനെ പഠിക്കണ്ടേ, എവിടെയാണ് നമ്മളെ വീക്ക് അതിനനുസരിച്ച് പഠിച്ചാൽ മതി. എല്ലാ ക്ലാസ്സും കണ്ടിട്ട് നമുക്ക് എല്ലാതും ഒരേമാതിരി പഠിക്കണമെന്നില്ല. നമ്മളിപ്പോൾ 2-3 വർഷം പഠിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ വീക്ക് അതിന് സ്ട്രോങ് ആക്കി കൊണ്ടുവരാന്നുള്ളൊരു രൂപമാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ റെഫറൻസ് ഇപ്പോൾ ബ്രില്യൻ്റിലെ സ്റ്റുഡൻസിനോടൊക്കെ പറയുകയാണെങ്കിൽ റെഫറൻസ് മാക്സിമം യൂസ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും അവരവരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോൾ മോനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്തൊക്കെയാണ് ബ്രില്യൻ ക്യാമ്പസിൽ? എന്നെ സ്വാധീനിച്ചത് ഇവിടുത്തെ മെയിനായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ലേണിംഗ് ആപ്പും പിന്നെ ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ വളരെ ഉപകാരപ്പെട്ടു. ഞാൻ പിന്നെ പുറത്തുനിന്നൊന്നും അധികം നോക്കാൻ തന്നിട്ടില്ല. നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അധികം സ്റ്റഡി മെറ്റീരിയൽസും സ്റ്റഡി പാക്കേജ് തന്നെ ഒതുങ്ങി നിന്നിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് അത് മാത്രം ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ലേണിംഗ് ആപ്പിനെ കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട്. ഇപ്പം ഞാൻ അടുത്തെന്തോ കണ്ടായിരുന്നു, ഇപ്പോൾ ഓഫ്ലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റുന്നൊക്കെ. സ്റ്റുഡൻസ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് എക്സാം എഴുതുക എന്നുള്ളത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാർമാർ ഇഷ്ടമുള്ള ക്ലാസ് എടുത്ത് കാണാം. ഇപ്പോൾ മോനെ സംബന്ധിച്ചിടത്തോളം മോനെ നാട് എവിടെയാണ്? കൊല്ലത്ത് നിന്ന് നമ്മുടെ ക്യാമ്പസിലൊക്കെ വന്ന് ഹോസ്റ്റൽ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് പഠിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ കടന്നു പോയിട്ടുള്ള മോനെ ടെൻഷൻ അടുപ്പിച്ചിരുന്ന ചോദ്യം എന്തായിരുന്നു? ടെൻഷൻ അടുപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം പോയി വീണ്ടും പഠിക്കാൻ കയറുമോ കിട്ടുമോ എന്നൊരു സംശയം ഇടയ്ക്കുണ്ടായിരുന്നു. ആ ഒരു ടെൻഷൻ മാറി ഇതായിപ്പോൾ MBBS സീറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിൽ മോനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആരാണ്? എങ്ങനെയാണ് സ്വാധീനിച്ചത്?
സാറ്, വീട്ടുകാർ, പിന്നെ അജിത് സാർ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം വരുമ്പോൾ സാറിനെ കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ സാർ ആദ്യത്തെ വർഷം നമ്മളിപ്പം ചിലപ്പോൾ മാർക്ക് കുറഞ്ഞാലും ചിലപ്പോൾ സാറിനെ മുങ്ങി നടക്കുമ്പോൾ സാർ തപ്പി കണ്ടുപിടിച്ച് വരും, ചോദിക്കും നമ്മുടെ കുറവുകൾ എന്തൊക്കെ ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം, അതിനെല്ലാം സഹായിക്കുമായിരുന്നു സാറ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ ആഴം എത്രത്തോളമാണെന്നുള്ളത് ഈ ഒരു വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പം തന്നെ മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇനിയും വർഷങ്ങളോളം നീണ്ടു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ബ്രില്യൻറ്റിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പല മെഡിക്കൽ കോളേജുകളിലേക്ക് നമ്മൾ സ്പ്ലിറ്റായി പോവുകയാണ് അല്ലേ? അപ്പോൾ എങ്കിലും ആ ഒരു ബോണ്ടിങ് അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്, അതേതാണ്? ഏതൊരു മെഡിക്കൽ ആസ്പിറൻറ്റിൻ്റെയും ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ എയിംസ് ഡൽഹി തന്നെയല്ലേ. പക്ഷേ ഇനിയിപ്പം MBBS എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സീറ്റ്, ഏതായാലും MBBS ആണ് ഇനി പഠിക്കുന്നത്. അപ്പോൾ ഹാപ്പിയാണ് എവിടെയാണെങ്കിലും ഒരു MBBS സീറ്റ് എന്നുള്ളതാണ് അല്ലേ മോളുടെ ആഗ്രഹം? ഓക്കെ, മോള് പറയുകയാണെങ്കിൽ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ഒരു ചെറിയ ചെരിവുണ്ട്. നേരാവട്ടെ. ഇനി മോള്? എനിക്ക് തിരുവനന്തപുരത്ത് പഠിക്കാൻ ഇഷ്ടമാണ്. കാരണം ഞാൻ അവിടെ ജനിച്ചതുകൊണ്ട് ആ കോളേജിൽ തന്നെ പഠിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. ഇനിയിപ്പം എവിടെ കിട്ടിയാലും ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് ഒരു സന്തോഷം. ഓക്കെ, തിരുവനന്തപുരം കിട്ടുവാണെങ്കിൽ അതിലേറെ സന്തോഷം. അതെ, അത്ര. എന്നെ സംബന്ധിച്ച് എനിക്ക് കോഴിക്കോടായിരുന്നു താല്പര്യം. പക്ഷെ വീട്ടുകാർ അവർ കോട്ടയം പറയുന്നുണ്ട്. എനിവേ എവിടെ ആയാലും സന്തോഷം. വീട്ടുകാരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. നമ്മുടെ സന്തോഷം. എൻ്റെ ആഗ്രഹം എയിംസ് ന്യൂഡൽഹിയൊക്കെയാണ്. പക്ഷെ അത് കിട്ടില്ല. അപ്പോൾ കോഴിക്കോട് ഇപ്പോൾ നോക്കുന്നു, അത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ എനിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇപ്പം എവിടെ കിട്ടും എന്നുള്ളത് അറിയില്ല. എവിടെ കിട്ടിയാലും ഹാപ്പിയാണ്. എൻ്റെ ആഗ്രഹം എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണ്. എൻ്റെ ആഗ്രഹം എയിംസ് ഡൽഹി തന്നെയാണ്. പിന്നെ തിരുവനന്തപുരം ഇഷ്ടമുണ്ട്. പിന്നെ എല്ലാവർക്കും UG കിട്ടട്ടെ, സന്തോഷം. എനിക്ക് താല്പര്യം പണ്ടേ കോഴിക്കോട് തന്നെയാണ്. എനിക്ക് ട്രിവാൻഡ്രം പഠിക്കാനായിരുന്നു താല്പര്യം. ഇപ്പോൾ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഓഹോ. എനിക്ക് താല്പര്യം എയിംസ് ഡൽഹി തന്നെ ആയിരുന്നു എല്ലാവരും പോലെ. കിട്ടും നോക്കുന്നത് ഇപ്പോൾ എയിംസ് ഭുവനേശ്വർ അല്ലെങ്കിൽ ഭോപ്പാലാണ്. കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷം. ഞാൻ എവിടെയാണ് ഹാപ്പി. ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില നിമിഷങ്ങളിലൊക്കെ നമ്മൾ അപരിചിതരായിട്ടുള്ള ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെടും. അവരൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു മനോഹരമായ സൗഹൃദമാണ് ഇവർക്കിടയിലെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവർ പല മേഖലകളിലേക്കൊക്കെ എത്തിച്ചേർന്നാലും ഈ ഒരു ബോണ്ടിങ്ങിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു കോണ്ടാക്റ്റ് ഒക്കെ നിലനിർത്തും എന്നുള്ളത് ഇവരുടെ വാക്കുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവരെ മെൻ്റലിയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത അജിത് സാറിനെ കുറിച്ചൊക്കെ എത്ര പറഞ്ഞാലും തീരാത്തത്ര നന്ദിയും കടപ്പാടും ഒക്കെയാണ് ഇവർക്ക് അജിത് സാറിനോടും ടീം ബ്രില്യൻറ്റിനോടും ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളോടെല്ലാവരോടും ആത്മാർത്ഥമായിട്ട് പറയട്ടെ, നിങ്ങളെല്ലാവരും നല്ലൊരു മേഖലയിൽ നല്ലൊരു ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയും ഈ നാടിന് ഏറ്റവും മാതൃകയാക്കാൻ പറ്റുന്ന വ്യക്തികളായി തീരുകയും ചെയ്യട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.